ഹലോ, ഈ ഒരു തൈര് ഉപയോഗിച്ചിട്ട് നമ്മുടെ മുഖം നല്ല നിറവും തിളക്കവും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒറ്റ പ്രാവശ്യം നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് മാത്രം വിശ്വസിച്ചാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ എന്ത് വേണമെങ്കിലും പറയാം. അത്രയും അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു തൈര്, അതായത് കേർഡ് ഫേഷ്യലാണിത്. ആദ്യം നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണോളം തൈര് എടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മുഖത്തേക്ക് നല്ല രീതിക്ക് ഇതൊന്ന് ക്ലെൻസ് ചെയ്തെടുക്കുക. നമ്മുടെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഫേഷ്യലിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. ആ ഒരു ക്ലെൻസിങ് നമ്മൾ ഈ ഒരു തൈര് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 2 മിനിറ്റ് ഉറപ്പായിട്ടും നമ്മളിതൊന്ന് ക്ലെൻസ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോഴാണ് നമ്മുടെ മുഖത്തുള്ള അഴുക്കെല്ലാം നന്നായിട്ട് പോകും. ആ ക്ലെൻസിങ് തന്നെ, ഫസ്റ്റ് ആ ക്ലെൻസിങ് തന്നെ നല്ലൊരു ഗ്ലോ മുഖത്തേക്ക് വരും. അപ്പോൾ തൈര് ഉപയോഗിച്ചിട്ട് നിങ്ങൾ 2 മിനിറ്റ് ഉറപ്പായിട്ടും ഇതേപോലെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണി കൊണ്ടോ, നനഞ്ഞ തുണി കൊണ്ട് ഒന്നങ്ങ് തുടച്ചാളിയാം. അത്രയേ ഉള്ളൂ. ഇതോടുകൂടി നമ്മളെ ക്ലെൻസിങ് കഴിഞ്ഞ്, ആ ഒരു ക്ലെൻസിങ് കഴിയുമ്പോൾ തന്നെ നല്ലൊരു ഗ്ലോ മുഖത്തേക്ക് വരും. പക്ഷേ അതൊരു ജസ്റ്റ് ഒരു നമ്മൾ ആ ഒരു അഴുക്കെല്ലാം പോയതാണ്. ഇനി ഇത് ആ ഒരു തൈരിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ എടുത്ത്, നിങ്ങളുടെ അടുത്ത് ബാക്കി ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണും കൂടി തൈര് എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂണോളം അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിംഗ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങൾ മുഖം ജസ്റ്റ് ഒന്ന് ആവി കൊള്ളുക എന്നാണെങ്കിൽ നമ്മളെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് എല്ലാം റിമൂവ് ആവാൻ വേണ്ടിയിട്ട് അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. മുഖം പൊള്ളിപ്പോയൊന്നും ചെയ്യരുത് കേട്ടോ. ഒരു നല്ല കുറച്ച് ചൂടുള്ള തുണി, നമുക്ക് സ്കിന്നിന് പറ്റുന്ന ചൂടിനുള്ള തുണി ഒന്ന് വെച്ച് കൊടുത്താലും മതി. അതിനുശേഷം നമ്മൾ ഈ ഒരു പാക്ക് ഉപയോഗിച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുക്കുക. അപ്പോൾ മൂക്കിൻ്റെ ഭാഗത്തും ചിന്നിൻ്റെ ആ ഭാഗത്തെല്ലാം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒരുപാടുണ്ടാവും. ആ ഭാഗത്ത് നല്ല രീതിക്ക് തന്നെ സോഫ്റ്റ് മസാജ് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ക്ലെൻസിങ് നമ്മൾ 2 മിനിറ്റാണ് ചെയ്തത്. അതുപോലെ തന്നെ ഈ സ്ക്രബിങ്ങും നിങ്ങൾ 2 മിനിറ്റ് തന്നെ ചെയ്യണം. ഇത് 2 മിനിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ തോന്നിയ പോലെ ജസ്റ്റ് ചെയ്തിട്ട് പോകാൻ പാടില്ല. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് തന്നെ ചെയ്യുക. കാരണം നമ്മൾ ബ്യൂട്ടി പാർലറിലെല്ലാം പോയി ഫേഷ്യൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം അവർ നമുക്ക് മസാജ് ചെയ്തിരുന്നുണ്ടെന്ന്. അതുപോലെ തന്നെ നമുക്ക് വീട്ടിലും ചെയ്യാം. വലിയ പൈസ ചിലവൊന്നുമില്ല, കുറച്ച് സമയം ചിലവാക്കിയാൽ മതി. അപ്പം ഇതുപോലെ ഒന്ന് നല്ല രീതിയിൽ 2 മിനിറ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതും ഒന്ന് വെള്ളത്തിൽ കഴുകിക്കളയുക. അത്രയേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് കഴുകിക്കളഞ്ഞതിന് ശേഷം നമ്മുടെ അടുത്തത് നമുക്കൊരു മസാജിങ് ജെല്ല് തയ്യാറാക്കണം. അതിനും 1 ടീസ്പൂണോളം തൈരെടുക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം തേന് നമ്മളെ സ്കിന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ ഒരുപാട് സഹായിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. അതേപോലെ തന്നെ ഈ തൈര് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് സഹായിക്കുന്ന സാധനമാണ്. അപ്പോൾ തൈരും ഈ ഒരു ഹണിയും കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതാണ് നമ്മുടെ മസാജിങ് ജെല്ല് എന്ന് പറയുന്നത്. ഇതും ഇതേപോലെ തന്നെ മുഖത്തേക്ക് നല്ല രീതിയിൽ 2 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പം ചെയ്തിരിക്കുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ചെയ്ത് സ്ക്രബിങ് ചെയ്ത് ഇനിയിപ്പോൾ നമ്മൾ മസാജിങ് ആണ് ചെയ്യുന്നത്. ഈ ഒരു മസാജിങ് ജെല്ലാണിത്. അപ്പോൾ ഇതും ഒരു 2 മിനിറ്റ്, മൊത്തം ഇപ്പോൾ ഒരു 6 മിനിറ്റ് നമ്മൾ മുഖത്ത് നല്ല രീതിക്ക് മസാജ് തന്നെ കൊടുത്ത്, നിങ്ങൾക്കറിയാത്തൊരു കാര്യമാണ് പറഞ്ഞുതരാം. നമ്മൾ മുഖത്ത് വെറുതെ മസാജ് ചെയ്യുന്നത് തന്നെ നമ്മുടെ മുഖത്തുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യും. അത് നമ്മുടെ ചെറുപ്പം നിലനിർത്താനും നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കാനും സഹായിക്കുന്ന ഒരു സംഭവം കേട്ടോ, വെറുതെ മസാജ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ അതും കൂടിയും കഴിഞ്ഞിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് തുടച്ച് കളയുക. ഇപ്പം തന്നെ നല്ലൊരു ഗ്ലോ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി ലാസ്റ്റ് സ്റ്റെപ്പായ ഫേസ് പാക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുൾത്താണി മിട്ടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂണ് തൈര് എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂണ് കസ്തൂരി മഞ്ഞൾ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി. ഇത് 3ഉമാണ് നമ്മുടെ ഫേസ് പാക്കിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കും കൂടി തേക്കുന്നതോടുകൂടി നമ്മുടെ കേർഡ് ഫേഷ്യൽ ഇവിടെ അവസാനിച്ച്. അപ്പോൾ ഇതും കൂടി തേച്ച് കഴിഞ്ഞാൽ നമ്മളെ മുഖം നല്ല വെട്ടിത്തിളങ്ങുന്ന രീതിക്ക് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു ഫേഷ്യൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം വെച്ചിട്ട് ചെയ്ത് നോക്ക്, കിടിലൻ റിസൾട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കും കൂടി നമ്മുടെ ഫേസിലേക്ക് നല്ല രീതിയിൽ തന്നെ 2 മിനിറ്റ് ഇതും തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫേസിൽ ഇതൊന്ന് ഡ്രൈ ആകുന്നത് വരെ വെക്കുക. ഇത് മുൾത്താണി മിട്ടി ആയതുകൊണ്ട് തന്നെ ഡ്രൈ ആകുന്നത് നമുക്ക് ശരിക്കും മനസ്സിലാവും, ഒരു വലിഞ്ഞു പിടിക്കുന്ന പോലെ ഉണ്ടാവും. ഇത് ഡ്രൈ ആകുന്നത് വരെ വെച്ചതിന് ശേഷം സാധാരണ നമ്മളെ പൈപ്പ് വാട്ടറിൽ നല്ല രീതിക്ക് ഇതേപോലെ സർക്കുലാർ മോഷനിൽ കഴുകി എടുക്കുക കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ നിങ്ങളെ മുഖത്തുനിന്ന് നമ്മുടെ അഴുക്കെല്ലാം പോയി നല്ലൊരു ഫ്രഷ് ലുക്ക് എങ്ങനെ വന്നാലുണ്ടാവും. അതുപോലെ അത്രയും നല്ലൊരു ഗ്ലോവും തിളക്കവും ഉണ്ടാവും. ഞാനിപ്പോൾ കയ്യിൽ കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ടൊക്കെ മനസ്സിലാവില്ല, പക്ഷേ നിങ്ങളുടെ ഫേസിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കത് ഭയങ്കര വിസിബിളായിട്ട് മനസ്സിലാവും.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഞാൻ ഇതിൽ ആഡ് ചെയ്ത എന്തെങ്കിലും സാധനം അലർജിയോ മറ്റോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്യരുത് കേട്ടോ. എല്ലപ്പോൾ നിങ്ങൾ എന്ത് മുഖത്തേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈമേൽ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഇനി നിങ്ങൾക്ക് ഒരു അലർജിയോ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ്, സെൻസിറ്റീവ് സ്കിന്നുകാരാണെങ്കിൽ എന്ത് സാധനം നിങ്ങൾ ഫസ്റ്റ് ഫേസിൽ ഇടുന്നതിന് മുന്നേ നിങ്ങൾ കൈകളിൽ അപ്ലൈ ചെയ്ത് നോക്കണം. കാരണം സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് പലതും പിടിക്കാത്തതുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.